bless you, many people. God bless you. God bless you. Sit down, please. God bless you. Marcos, Marcos, ദർശനം തരുവായോ യേശയ്യാ 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 മാലയും വദനം വന്നു മടക്കലമേ ദർശനം തരുവായോ യേശയ്യാ 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 ഉലകിൽ വാഴ്വിക്കെല്ലാം മോചാകി വരുവാനേ ഉലകിൽ വാഴ്വിക്കെല്ലാം മോചാകി വരുവാനേ ദിനം ദിനം എന്നെ കാണും യേശയ്യാ 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 ദർശനം തരുവായോ യേശയ്യാ 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 ഉലകിൽ വാഴ്വിക്കെല്ലാം മോചാകി വരുവാനേ ഉലകിൽ വാഴ്വിക്കെല്ലാം മോചാകി വരുവാനേ ദിനം ദിനം എന്നെ കാക്കും യേശയ്യാ 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 യേശയ്യാ
ഏൽപ്പിച്ചു പോയോ? മലയാളം മലയാളം. ഇറ്റലിയിൽ പോയാലും ഈശോയെ ഇങ്ങനെ സ്തുതിച്ചിട്ട് പിന്നെ ഇറ്റാലിയൻ ആളുകളിൽ പറയും. ആഫ്രിക്കയിൽ പോയ കെനിയയിൽ ആദ്യം മാതൃഭാഷയിൽ അവിടെ എന്നോട് ചോദിച്ചു, എന്തിനാ ഒരു പാട്ട് പാടുന്നുണ്ട്, ഒരു കവിത ഒക്കെ പറയുന്നുണ്ട്, ഒന്നും തലയും പുരിയില്ല, വാലും പുരിയില്ല, ഒന്നും മനസ്സിലാവില്ല. ഏസയായെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഏശയെ പഴയ നിയമത്തിലുള്ള ആ ഏസയായില്ല, ഈ ഏസയ. നമ്മൾ എപ്പോഴും നമ്മൾ പാടുന്നവളായിട്ട് ഇരുന്ന് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അഭിഷേകം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഈശോയെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തി അഭിഷേകം നേടിയതിനു ശേഷം വാക്കുകൾക്ക്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് കടന്നു പോകുന്നു. അപ്പൊ ഈശോ നന്നായിട്ട് കൊണ്ടുപോകും. ഭാഷ അറിഞ്ഞിരിക്കുന്ന കുഴപ്പമില്ല. ഈശോയുടെ ഭാഷ സ്നേഹമാണ്, സ്നേഹമാണ്. നിങ്ങൾ മലയാളം, അച്ഛൻ്റെ തമിഴ്, പക്ഷേ ഈ നമുക്ക് രണ്ടുപേർക്കും ഒരു പൊതുവായ ഭാഷ കൊണ്ട് ഈശോയുടെ ഭാഷയാണ്. അത് സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. അപ്പോൾ ഈശോയുടെ ഭാഷയിൽ നാം സംസാരിക്കാം. പ്രത്യേകം ഇന്ന് 2 ദിവസമായിട്ട് നല്ല നല്ല വചനങ്ങൾ കേട്ട് കുമ്പസാരം നന്നായിട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ കുമ്പസാരിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. ഈശോയ്ക്കും ഒത്തിരി സന്തോഷമുണ്ട്, എല്ലാത്തിനും സന്തോഷമുണ്ട്. കാണാൻ കിട്ടാൻ ആൾക്കാരാണ് ഇന്നലെ കിട്ടി, അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഇടയിലും കണ്ടുമുട്ടാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നലെ കുമ്പസാരത്തില് കാണാൻ കിട്ടാത്ത ആൾക്കാരാണ് കണ്ടുമുട്ടി, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങൾ നയിക്കുന്നുണ്ട്, ദൈവം മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ. അതുകൊണ്ട് ഈ വചനങ്ങളും ശ്രദ്ധിച്ച വചനങ്ങളും കേട്ട വചനങ്ങളും ചിന്തിച്ച വചനങ്ങളും അമ്മയെ പോലെ, മരിയവെ പോലെ, മാതാവെ പോലെ ഗാഠമായി ചിന്തിച്ചു. ഈ ദർശനങ്ങളെ സഹോദരന്മാർ നമുക്ക് വചനം പങ്കുവച്ചു. അത് കേട്ട്, അത് ചിന്തിച്ച്, നൈറ്റായിട്ട് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് അതുവഴിയായിട്ട് അമ്മയെ പോലെ ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക. അതുവഴി എങ്ങനെ മാറ്റത്തെ വരിക്കാം, ഈ ജ്ഞാനം വഴി, ഈ അഭിഷേകം വഴി, ഈ അനുഗ്രഹം വഴി മാറ്റത്തെ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമ്മൾ ഈ ജ്ഞാനം വഴി, ഈ വചനം വഴി കേട്ട് അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോവാം. മാർക്കോസ് 9:3 വചനം. അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലങ്കാരനെ പഠിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ 6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി. മാറ്റം വരണം. നിന്റെ കുടുംബത്തിൽ മാറ്റം വരണം, നിന്റെ ഹൃദയത്തിൽ മാറ്റം വരണം. എവിടെ കൊണ്ടുപോകുക? നീ താഴെ ഉണ്ടെങ്കിൽ നീ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുവോ അതേപോലെ നീ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് നീ ദിനേശയുടെ പ്രിയപ്പെട്ട മക്കളെ മോളെ കേറുക എന്നുള്ള ഒരു ശ്രമം. അപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് പറയാതെ കേട്ടോ. കേട്ട 3 പേര് കൊണ്ട് പറയാതെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ ഈശോയുടെ ഹൃദയത്തിൽ ചാഞ്ചി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വെരി ബ്യൂട്ടിഫുൾ മാൻ. കണ്ടു കഴിഞ്ഞാൽ ലേഡി വിളി തോന്നും, പക്ഷെ ലേഡിയല്ല, യോഹന്നാൻ അപ്പോസ്തലനാണ്. സൂപ്പറാണ്. ഇങ്ങനെ സ്നേഹിച്ചവര് ഒത്തിരി അടുത്തുള്ളവരെ മോളിൽ കൊണ്ടുപോകാം. മോളിൽ കൊണ്ടുപോയ ശേഷം അടുത്തത് അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ട് മാറ്റം. ഈ ധ്യാനത്തിൽ നിങ്ങൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 ദിവസങ്ങളിൽ അവിടെ മലയിലേക്ക് കയറി സ്നേഹിച്ച ശിഷ്യന്മാരെയും മുകളിൽ കയറ്റി അവിടെ രൂപാന്തരപ്പെടാനുള്ള മാറ്റത്തെ വർദ്ധിക്കാനുള്ള ഒരു അവസരത്തെ
ഈശോ അത് കാണിച്ചു കൊടുക്കുവാണ്. പിന്നെ ഡീറ്റെയിലായിട്ട് പറയുന്നത് ഇങ്ങനെ സൂപ്പർ നല്ല വചനമാണ്. ഒരു പുതിയ കണോട്ടേഷനില് നമ്മൾ ചിന്തിക്കാം, പുതിയ കണോട്ടേഷൻ ചിന്തിക്കാം. എപ്പോഴും അങ്ങനെ പറഞ്ഞത് വചനത്തെ വായിക്കുമ്പോ എങ്ങനെ വായിക്കണം? സ്റ്റോറി ബുക്ക് പോലെ വായിക്കാൻ പാടില്ല. വീണ്ടും വായിക്കണം, സൂപ്പർ ആയിരിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ ഈ ദൈവം ഇന്ന് വേറെ ഒരു അർത്ഥത്തിലാണ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ മോനെ കയറ്റുമ്പോ രൂപാന്തരപ്പെടാനുള്ള ചാൻസ് കൊടുക്കുക. അടുത്തത് മൂന്നാമത്തെ വചനം. അവന്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി ആള് ഗ്രാമം പഠിച്ചു വരുവോ ഉള്ളവരായി എന്നല്ല ഉള്ളവരായി എന്നല്ല ഇതുപോലെ സാധനങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് 7:14 അങ്ങനെ ഇത് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനത്തിൽ തന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചത്. ബ്ലഡ് എന്താ ഏത് കളറ്? റെഡ് കളർ, ചുവപ്പ് കളർ. അതിൽ വെള്ള തുണിയെ മുക്കി പിന്നെ എടുക്കുമ്പോ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചത്. കുഞ്ഞാടിന്റെ ബ്ലഡിൽ മുക്കി എടുക്കുമ്പോ അടുത്തത് കളർ എന്ന് പറയുന്ന ചുവന്ന കളർ എന്ന് പറയുന്നു. പക്ഷെ വെളുപ്പിച്ചത് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് വേറെ ലെവൽ സൂപ്പർ ആയിരിക്കും. എങ്ങനെ വെച്ചാൽ ആ രക്തത്തിൽ കഴുകപ്പെടുന്നുണ്ട്. ഈ വസ്ത്രം എന്ന് വെച്ചാൽ ഇവിടെ ആര് വസ്ത്രം എന്ന് വെച്ചാൽ അടയാളം. ഈ വസ്ത്രം ഒരു വ്യക്തിയെ അടയാളപ്പെടുത്തുന്നുണ്ട്. വസ്ത്രം ഏത് കളർ? ഏത് കളർ? വേണ്ട. അപ്പൊ അത് ഏതിനുடைய അടയാളം? ശുദ്ധി. പരിശുദ്ധാത്മാവിന്റെ അടയാളം. പരിശുദ്ധാത്മാവിന്റെ അടയാളം പറയുന്നതാ. എങ്ങനെയാണ് പറയുന്നത്? ഓരോന്നായിട്ട് കാണുമ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത്? यार कोई है हम लोग का स्पेशल 24 अध्याയം അത് വാക്യ സമയല്ല. यार कोई है അല്ല ശേഷം വരണ്ടു പോവാ. അവിടെ കൂടുതൽ പോകുന്നത് ശിശി ഈശോ. ഈശോയെ അറിഞ്ഞത് മനസ്സിലാക്കിയിരുന്നോ? മനസ്സിലാക്കിയില്ല. എപ്പോ മനസ്സിലാക്കി? വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. വചനങ്ങളെ പങ്കുവയ്ക്കുമ്പോഴും അപ്പം മുറിക്കുമ്പോഴും മനസ്സിലാവുന്നത് കണ്ണ് തിറക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈശോയുടെ അനുഭവത്തെ ഇത്ര മാസം ഇത്ര വർഷങ്ങൾ കൂടെ ഇരുന്നിട്ടും ഈ ശിഷ്യന്മാർ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച സത്യങ്ങളെ പുറത്ത് കാണിക്കുമ്പോൾ അപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഈശോ, അത് ഈശോ അനുഭവം, അത് തന്നെ ഈശോ അനുഭവം. അപ്പൊ
അപ്പോ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതിന് മുൻപ് പാപകർമ്മ വഴിയായിട്ട് ഈശോയെ മറന്നുപോയ അവസരങ്ങളാണ്. ഈശോയെ മറന്നുപോയിട്ടുണ്ട്. ആ സമയം ഈശോ കൂടെ ഒട്ടി വന്നാലും കൂടെ ഒന്നിച്ച് വന്നാലും പാപത്തിന്റെ കറ കൊണ്ട് ഈശോയുടെ കൃപയെയും അനുഗ്രഹത്തെയും വചനത്തെയും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ഈശോ തന്റെ വെളിപ്പാട് കാണിക്കുമ്പോൾ, വചനത്തെ പങ്കുവെച്ചപ്പോൾ, പങ്കുവെച്ചപ്പോൾ, മുറിച്ച് പങ്കുവെച്ചപ്പോൾ അവരുടെ മനസ്സിലാക്കണ്ടേ, ഇത് ഈശോ, ഇത് കർത്താവ്, എന്റെ ഈശോനെ അനുഭവിക്കുക. അപ്പൊ ഈ 2 ദിവസങ്ങളായിട്ട് വചനം നിങ്ങൾക്ക് സഹോദരന്മാർ പങ്കുവെച്ച് ആ വചനത്തെ കേട്ട് നല്ല രീതിക്ക് കുമ്പസാരിച്ച ശേഷം ഇന്ന് ഈശോയെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത ആളെന്നല്ല അനുഭവിക്കാൻ പോവുക. അനുഭവത്തിലേക്ക് വരുക. ശിഷ്യന്മാർ എങ്ങനെ അനുഭവിച്ചു അതേപോലെ അടുത്ത് അനുഭവിക്കാം. അതേപോലെ എന്ത് പറയാറുണ്ട്, സാമാന്യത്തിനുള്ള മലയാളത്തിൽ എന്താ പറയാം, അത് 4-ാമത്തെ അധ്യായം 5-9. അതും വലിയ വചനം. വീട്ടിൽ പോയി വായിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പായിട്ട് പോകും. നമ്മൾ കൊടുക്കാനുള്ള വചനം മാറിപ്പോകും. ആ ലേഡിയോ ഈശോയെ എങ്ങനെ സൂപ്പറായിട്ട് അനുഭവിക്കുക. അതേപോലെ നിങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ അനുഭവിക്കാൻ പോകുന്നത് മനസ്സ് വരുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ അവിടെ അനുഭവിക്കുക. അടുത്തത് ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ കുറച്ച് ആൾക്കാരെ പറയാം. അടുത്തത് ശതാധിപന്റെ മത്തായി 8:5-13. അവന്റെ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ പോകും, വരും. പക്ഷേ ഭയങ്കര എളിമ, വിനയം, താഴ്ച ഇതെല്ലാം ഉള്ള വ്യക്തിയാണ് ഈ രാജാവ്. ലോകത്തിലെ മലയാളം വായിച്ചാൽ മലയാളം പഠിച്ചാൽ ലോകത്തിലെ ലാംഗ്വേജ് പഠിക്കാം. ഈ ലാംഗ്വേജ് മലയാളം മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ജർമ്മനി ഏത് ലാംഗ്വേജ് പഠിക്കാം. എന്തൊക്കെ അറിയോ, മലയാളത്തിൽ മാത്രം ഒരുപാട് അക്ഷരങ്ങളുണ്ട്. തമിഴിൽ ഒരു കാര്യമുണ്ട്, മലയാളത്തിൽ നാമുണ്ട്. കാക്കിഞ്ഞ കാക്കും. ഇപ്പൊ ഒരു കാര്യം തമിഴില്, മലയാളത്തിലെ കാക്ക, കടൽ, ഗഡികാരം, ഇങ്ങനെ ഒவ்வொரு അക്ഷരത്തിനും ഒരു സൗണ്ട് ഉണ്ട്. തമിഴില് കാക്കയ്ക്ക് കടലിക്ക് കടല്, കടിക്കാർക്ക് കടിക്കാരം. പക്ഷെ തമിഴില് കടിക്കാരൻ കാക്ക, കടൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരേ ഒരു അക്ഷരം നമ്മൾ ബുദ്ധിമുട്ടിച്ച് പഠിക്കേണ്ട അവസരം. പക്ഷെ എന്റെ ക്രിസ്തുവല്ല എനിക്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ അതേപോലെ ദൈവം എന്നെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ഇത്ര മലയാളത്തിൽ ധ്യാനം കൊടുക്കുന്ന സ്വപ്നത്തിലെ കൂടെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ദൈവം എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിന്റെ ആശീർവാദം, ദൈവത്തിന്റെ എല്ലാവരുടെ സ്നേഹമാണ്. നാളത്തെ കാണാൻ കാര്യങ്ങളുടെ വിശ്വാസം, അതും സൂപ്പറാണ്. അത് ഈശോയുടെ അനുഭവത്തെ, ഈശോയുടെ കൃപയെ അനുഭവിക്കുന്ന ഒരു അവസരമാണ്. അടുത്തത് 10 മിനിറ്റ്സ് മാർക്ക് 10:46-42. അത് സക്കൈസ് ലൂക്ക് 9:1-10. ഇതെല്ലാം ഈശോയെ അനുഭവിച്ച വ്യക്തികളാണ്. അതേപോലെ ഒവ്വൊരു പേഴ്സണാലിറ്റിയും ഒവ്വൊരു ക്യാരക്ടറുള്ള വ്യക്തികളാണ് ഇതെല്ലാം. പക്ഷേ ഏത് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലും, ഏത് ക്യാരക്ടറിൽ ഉണ്ടെങ്കിലും, ഏത് സ്വഭാവത്തിൽ ഉണ്ടെങ്കിലും ഈശോയെ അനുഭവിക്കാനുള്ള മനസ്സ്, മനോഭാവം, ഇഷ്ടം, ആഗ്രഹം ഉണ്ടായിരുന്ന ഈ വ്യക്തികൾക്ക് ഈശോയെ അനുഭവിച്ചു. അതേപോലെ പല കർമ്മം 5 വിരല് 5 ഉണ്ട്. എല്ലാം സെയിം അല്ല, എല്ലാം ഡിഫറെന്റ് ഫിംഗേഴ്സ് ആണ്. പക്ഷെ ഒരുമിച്ച് കൂടിയാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ എന്റെ പൊന്നു മകനെ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നീ എന്നെ അനുഭവിക്കുക, ഞാൻ നിന്നെ കാണാൻ പോവാ, എന്റെ അഭിഷേകത്തെ കൊടുക്കാൻ പോവാ
ഈ വെള്ള വസ്ത്രം പ്യൂരിറ്റി വിശുദ്ധി കുടിക്കുന്നുണ്ട്, ആത്മാവിനെ കുടിക്കുന്നുണ്ട്. അപ്പൊ ഈ നനച്ചെടുക്കുമ്പോൾ ഈശോയുടെ ബ്ലഡിൽ, ഈശോയുടെ സ്റ്റോറിയിൽ നമ്മൾ നനച്ചെടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരും വിശുദ്ധിയുള്ള വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. അടുത്ത വചനം എലിയാവിയും 4 മർക്കോസ് 4:9 എലിയാവിയും മോശയും മർക്കോസ് 9:4 എലിയാവിയും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാകാം. 4 മാത്രമാണ്. ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ 2 പേര് മാത്രമാണോ ഇവിടെ വരുത്തിയത്? ഒരുപാട് ആൾക്കാരുണ്ട്, എലീഷ ഉണ്ട്, ഒരുപാട് പ്രവാചകന്മാരുണ്ട്. പക്ഷേ ഇവിടെ വരുത്തിയത് 2 പേര് മാത്രം പറഞ്ഞിട്ടുണ്ട്, മോശയും എലിയായും. എന്തുകൊണ്ട്? അർത്ഥമുണ്ട്. 2 പേര് മാത്രം ഏറ്റിട്ടുണ്ട്. അർത്ഥമുണ്ട്. ഇസ്രായേൽ മക്കൾ പ്രത്യേകം ഈ 2 പ്രവാചകന്മാർ ഒരുപാട് വിശ്വാസം കൊണ്ട് വ്യക്തികളായിട്ടുണ്ടായിരുന്നു. കാരണമുണ്ട്. 2 രീതിക്ക് കാരണമുണ്ട്. ഇസ്രായേൽ മക്കൾ ഇഷ്ടപ്പെട്ടതിന് കാരണം 2 നമ്പർ 1, മോശെ മലയിൽ ഏത് കഴിച്ചു വന്നു? കൽപ്പനകൾ. വെരി ഗുഡ്. കൽപ്പന കഴിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ മോശെ was the representative of the law of God. Praise the Lord. Moses is the representative of the law of the God. കൽപ്പനകൾ കഴിച്ചു വന്നു. എന്തിനു വേണ്ടി? നിങ്ങളും ഞാനും നന്മയിലേക്ക് നടക്കണം, വിശുദ്ധിയിലേക്ക് കടന്നു പോകണം, സ്വർഗ്ഗത്തിൽ ഇടപിടിക്കാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള ആ 10 കൽപ്പനയെ നേടിച്ചു കൊണ്ടുവരുവാൻ മലകളിലേക്ക് ഏറി. അതുകൊണ്ട് അവിടെ ഇടപിടിച്ചിട്ടുണ്ട്. ഈ രൂപാന്തരം അത് നല്ലതാണോ? രൂപാന്തരീകരണം അത് നല്ലതാണോ? വാക്ക് രൂപാന്തരം അപ്പോ ഈസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ലോ. അർത്ഥമുണ്ട്. ഈ 2 മറ്റേ ആരും പറ്റിച്ചില്ല. 2 പേരും ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഈ 2 വ്യക്തികളും ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുதான் ഈ രൂപാന്തരം ഈ പേസത്തില് ഈ മത്തായി ഈ 2 പേരെയും അടി വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എലീഷ എന്തുകൊണ്ട് ഇവിടെ കാണിച്ചത്? എലീഷ is the representative of the word of God. വചനത്തെ കൊണ്ട് കൊടുത്ത വ്യക്തിയാണ് എലീഷ. മോശെ നിയമത്തെ കൊണ്ടുവന്ന വ്യക്തി. അതുകൊണ്ടുதான் ഈ 2 പേരെയും അടുത്ത വേഴ്സ് വചനം. അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക്. എന്താണ് പറയേണ്ടതെന്ന് ഈ പത്രോസ് ഇത്ര മാത്രം കൂടെ വന്നിട്ടും മനസ്സിലായിട്ടില്ല. ഭൗതികമായിട്ട് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഈ പത്രോസ്. അടിച്ചു പൊളിക്കണം, നല്ല സുഖമുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ട മോശം യേശുവിനെ 3 വീട് കെട്ടാം, അടിച്ചു പിടിക്കാം, അതേപോലെ പിള്ളേര് ഒരു പനി മണിക്ക് അവിടെ 3 മൊബൈൽ കാണും. 3 മൊബൈൽ കാണും. 1 ബെഡ്റൂമില്, 1 ടോയ്ലറ്റില്, 1 കോളേജിൽ പോകും. എവിടെയും ഫ്രീ ആയിരിക്കാൻ പാടില്ല. ടോയ്ലറ്റിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് അതിലെയും ആവും ഏതെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് പെൺകുടി
അറിയോ, അറിയാതെ ഫോൺ വയ്ക്കുന്ന പരിപാടി ഇപ്പോൾ അറിയാതെ ഫോൺ വയ്ക്കുന്ന പരിപാടി. കഴിഞ്ഞ കൊല്ലം ഒരു അമ്മ എൻ്റെ അടുത്ത് അതിന് മൂന്ന് പെൺപിള്ളേർ അതിൻ്റെ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് കൗൺസിലിംഗ് കളക്കി പഠിക്കാൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ കളക്കി പഠിച്ചിട്ട് എൻ്റെ അമ്മ ഈ മൊബൈൽ സൂക്ഷിക്കണേ. ആ അമ്മ പറയുക, അയ്യോ അച്ഛാ ഇവിടെ സൂപ്പർ തന്ന അച്ഛാ നല്ല കുട്ടി, അത് തെറ്റൊന്നും അവനെ ചെയ്യില്ല അച്ഛാ, ഇവനെ നീ സൂക്ഷിക്കണം. ചിലക്കുട്ടി പറയാം, ചിലക്കുട്ടി തന്നെ സൂക്ഷിക്കണം, കുറച്ച് കുറവുണ്ട്, ഒരു പൊടി കുറവ് നോക്കണേ. ആ മമ്മി ആ തല ഭയങ്കര സപ്പോർട്ട് ആ പെൺകുട്ടി, ദയവേത് നോക്കണേന്ന് പറഞ്ഞു. കേട്ടില്ല. ഒരു സുപ്രഭാതത്തില് കാലേജിൽ പോണവര് ഒളിച്ചുപോയി. മൊബൈലില് വാട്സാപ്പിൽ മെസ്സേജ് വന്നു, ഞാൻ എവിടെയാ നീ അന്വേഷിക്കേണ്ട, വൈഫൈ. രണ്ടും അപ്പുറം അവൻ ഓടി വരും. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ല, ഇപ്പൊ അവിടെ ഒളിച്ചു ഓടിച്ച ഭയങ്കര കഷ്ടപ്പെട്ട് ഇത് റബ്ബർ എടുത്ത് അത് കൂലിത്തൊഴിലായി. അത് കഷ്ടപ്പെട്ട് അങ്ങനെ പഠിപ്പിച്ച് നല്ല പഠനം കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമ്പോൾ ഇവർ തേച്ചിട്ട് ഡോക്ടർ പറയാൻ തേച്ചിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒவ்வொரு സ്ഥലത്തും മൊബൈൽ ഇപ്പൊ മൊബൈൽ അത് ഭൗതികമായിട്ട് ജീവിക്കുന്ന ഒരു മനസ്സ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 10 ദിവസം ആഗ്രഹിക്കുന്നത് പോലെ നിനക്കൊന്ന് എനിക്കൊന്ന് അതൊന്ന് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ചില ആൾക്കാരുടെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് 1 മണിക്കൂർ സമയം എടുക്കും. ഇങ്ങനത്തെ ഒരു ഇടവഴിയില് ഒരച്ഛൻ വന്ന് പെട്ടെന്ന് കുർബാന നടത്തി, ಇನ್ನೊരച്ഛൻ വന്ന് കുറച്ച് സുമാറായിട്ട് സമയം എടുത്ത് ഇപ്പൊ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, അയ്യോ സമയം എടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ബോറടിക്കുന്നു. ഭൗതികമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇത് ബോറടിക്കും. ഹൃദയത്തിൽ മാറ്റം വരണം, എന്റെ കുടുംബത്തിൽ മാറ്റം വരണം, സമൂഹത്തിൽ മാറ്റം വരണം, എന്റെ സംസ്ഥാനത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബോറടിക്കില്ല. വചനം ഒരിക്കലും ബോറടിക്കില്ല. വചനം ബോറടിക്കില്ല. അത് ഭൗതികമായിട്ട് ചിന്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ബോറടിക്കും. അപ്പോ നിങ്ങളും മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു മൊബൈൽ മേടിച്ചു കൊടുത്താൽ മതി. എല്ലാ മക്കള് ഇത് അറിയാതെ അവരുടെ കാമുകൻ 3 മൊബൈൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. இன்னொரு കുട്ടി എങ്ങനെയാ എപ്പോഴും ഈ അമ്മയ്ക്ക് പോയി ഉമ്മ കൊടുക്കുമ്പോൾ മൊബൈൽ എവിടെ വെച്ചു ഉമ്മ കൊടുക്കുമ്പോൾ ഇത് ഒരു കട്ടിയ ഒരു സാധനം ഇരുന്ന് പോലെ മമ്മി ഒരു സാധനം ഇങ്ങനെ തട്ടുമുട്ടുന്നുണ്ട്. ഒരു സാധനം ഇങ്ങനെ കാടായിട്ട് ഇരുന്ന് പോലെ ലേഡീസ് മൊബൈൽ വയ്ക്കുന്ന അവസ്ഥയാണ്. ഗതികേട് പിടിച്ച് മൊബൈല് അത് പിടിച്ചത് ಇನ್ನೊരു മൊബൈൽ അത് പൊട്ടിച്ചോ അത്ര ദേഷ്യമുണ്ട്. ഈ മൊബൈൽ എടുത്ത് ഭൗതികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പോരടിക്കും. നമ്മുടെ ലൈഫ് നാശമായിട്ട് പോകും. അടുത്ത വചനം എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രമിക്കുകയും. ഈ 2 ദിവസങ്ങൾക്ക് ഇന്നും ഈ മേഘത്തിൽ നിന്ന് ഈ സ്വരം വന്നതുപോലെ ഈ സഹോദരന്മാർ വഴിയായിട്ടും അച്ഛന്മാർ വഴിയായിട്ടും ഈ സ്വരം വരുമ്പോൾ ആ സ്വരം വരുന്നുണ്ട്. വചനം അത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം ആ സ്വരത്തിന്റെ വഴി നന്മയിലേക്ക് കടന്നു പോകും. ആ സ്വരത്തിന്റെ വഴി അനുഗ്രഹത്തിലേക്ക് കടന്നു പോകും. ഇന്നലെ നിങ്ങൾക്ക് ജാലിയാകുന്ന ടാക്ക് ഇത് അവര് ജാലിയായിട്ട് പോയി നമ്മളിപ്പോ കെട്ടിക്കൊടുക്കുന്ന പോലെ തന്നിട്ടുണ്ട്. ജാലിയായിട്ട് പോയി കൊടുക്കുന്ന പോലെ
ഹൃദയപൂർവ്വം സന്തോഷവും ഇന്നലെ മൈൻഡ് പൂർവ്വം സന്തോഷിച്ച് നമുക്ക് ഇന്ന് ഹൃദയപൂർവ്വം സന്തോഷിക്കും അനുഭവിക്കണം. പ്രാർത്ഥന വ്യക്തിയിൽ പല അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്വർണം വഴി കിട്ടുന്ന വചനങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്മ, കൃപ, ആശ്രയം, അഭിഷേകം കിട്ടും. ഇപ്പോ ചിലര് ഒരു ഡയറ്റ് വെച്ചിട്ടുണ്ട്. പ്രത്യേകം കോസ്മെറ്റിക് വണ്ടി ഡയറ്റ് ഇങ്ങനെ ഉണക്കപ്പോഴും ഈർക്കിൽ പോലുണ്ടാവും ആ ഡയറ്റ്. ഭൗതികം ഈശോയുടെ സ്വരം ഈ വചനം അവർക്ക് കേൾക്കാൻ പറ്റില്ല. ഏன்னா അവരുടെ ഡയറ്റ് വേറെ, അവരുടെ ഫാഷനിസം, കമേഴ്ഷ്യലിസം ഇതെല്ലാം അകത്ത് കയറിയതുകൊണ്ട് അവർക്ക് ഈ വാക്ക് പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നൊരു വാക്യണ്ട. ആദമന്റെയും ഈ രണ്ടുപേരും എങ്ങനെ ദൈവം സൃഷ്ടിച്ചു? ആദമിനെയും എങ്ങനെ സൃഷ്ടിച്ചു? തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാക്കുണ്ട് അങ്ങനെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ to get back to real nature. ഈ ആദം ആൻഡ് ഹവ്വ പാപത്തിലേക്ക് വീഴുമ്പോ ഒന്ന് ചോദിക്കുക, ആദം എവിടെയാ? ഞാൻ നഗ്നമായിട്ടിരിക്കുന്ന മനസ്സിലായി. എന്തുകൊണ്ട്? പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലാവുക. അപ്പൊ ചോദിക്കുമ്പോ പാപം ചെയ്തതിന്റെ അടയാളം അവൻ നഗ്നം എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ ടു ഗെറ്റ് ബാക്ക് ദ റിയൽ നേച്ചർ, அதுதான் மாற்றம். மனமாற வேண்டும், மனமாற்றம் வேண்டும், மனமாற வேண்டும், மனமாற்றம் வேண்டும், மனமாற வேண்டும், மனமாற வேண்டும், மனமாற்ற வேண்டும், மனமாற வேண்டும், மனமாற்ற வேண்டும். പാപം ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ തിരിച്ചു വരാനുള്ള ടെഷിമ എന്നുള്ള വാക്ക് വഴിയായിട്ട് നമുക്ക് ദൈവം കൊടുക്കുന്ന ഒരു അർത്ഥം, ഒരു പാഠം. നീ വാ, get back to the real nature. ദൈവത്തിന്റെ സൃഷ്ടിച്ച ചായയിലും ചായയിലും സന്തോഷത്തിലും പണിക്കപ്പെട്ട വ്യക്തിയാണ്. അത് റിയൽ നേച്ചർ. പാപം ചെയ്തുകൊണ്ട് നമ്മൾ പുറകിലേക്ക് പോയി വീണ്ടും എവിടെ ചോദിക്കുമ്പോ മനസ്സിലാവുന്നത്, നീ വാ, ടെഷിമ, നീ വാ, എന്നോട് വാ, ഇത് അഭിഷേകം, ആത്മാവ്, കൃപ, വിശുദ്ധി, എന്നോട് വാ എന്ന് ഈ ധ്യാനത്തെ വഴിയായിട്ട്, വചനം വഴിയായിട്ട്, സ്വരം വഴിയായിട്ട്, പരിശുദ്ധാത്മ വഴിയായിട്ട് നിങ്ങൾ ക്ഷണിക്കുന്നു. അപ്പോ നിങ്ങൾ റെഡിയായിരിക്കുന്നു. അതുதான் ടെഷിമ. To get back to the real nature. നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്, ഒറിജിനൽ സ്റ്റേറ്റസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആശീർവാദം അനുഗ്രഹം ഒരുപാട് മുന്നോട്ട് പോകും. അടുത്തത് അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോടുകൂടി അവർ കണ്ടില്ല. അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടി അവർ കണ്ടില്ല. ആദ്യം നമ്മൾ കണ്ട് 3 പേർ ഉണ്ടായിരുന്നു. 10 ദിവസം 3 പേർ ഉണ്ടായിരുന്നു. പിന്നെ എലീശ, മോശെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയുക, അവർ ചുറ്റും നോക്കി യേശുവിനെ അല്ലാതെ മറ്റു ആരെയാ തങ്ങളോട് കൂടി അവർ കണ്ടില്ല. ഇവിടെ എന്ത് പറ്റി? ഇവിടെ ഒരു സുപ്രഭാതമുണ്ട്. ഇത് സംഭവിച്ചിട്ടുണ്ട്. 2 പേരും ആദ്യം പറഞ്ഞ മോസസ് ആൻഡ് എലീഷ, ഈ 2 പേര്, എലിയ, ഈ 2 പേർ ഒരുമിക്കുന്ന സമയമാണ്. യാതൊരു ഈശോടുത്ത്. അപ്പോ കൽപ്പനയും വചനത്തെയും ഒരുമിച്ച് ഈശോയിൽ നിറയ്ക്കപ്പെടുന്നുണ്ട്. ഞാൻ
രണ്ടാം ഭാഗം എന്ന് പറയാനുള്ള ഇപ്പൊ അത് മുമ്പ് രണ്ടുപേരുണ്ടായിരുന്നു. அவங்க ரெண்டு பேரும் ഒരുമിച്ച് ഇപ്പൊ അതാ സ്വരം ഇത് എന്റെ പ്രിയപുത്രൻ. அவங்க ரெண்டு പേരും ഈ എന്റെ പ്രിയപുത്രനിലുണ്ട്, കൽപ്പനകളുമുണ്ട്, വചനമുണ്ട്. ഇനി ഇവനിക്ക് ശ്രദ്ധിക്കുവിൻ, മാറ്റം വരുത്തുവിൻ എന്നുള്ള അർത്ഥം. അത് അതിന്റെ പേര് നാളുള്ള മോഷിക്കാനുള്ള വിഷയമാണില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തില് ഈ വചനം നമ്മളെ ക്ഷണിക്കുക. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ചിന്തിക്കുന്നതും യാതായിരിക്കണം, ഈശോയായിരിക്കണം, ഈശോയുടെ വചനമായിരിക്കണം, ഈശോയായിരിക്കണം, ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റം ഈ രൂപം നമുക്ക് കൊടുക്കുന്ന 5 മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, 5 ചുരുക്കി പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാം. അടുത്ത ക്ലാസ്സിൽ ഒരുപാട് സമയമെടുക്കും. ഒരുപാട് സമയം വേണ്ടിയില്ല. ഒരുപാട് ആരാധന, ഒരുപാട് വചനവും ആരാധന, ഒരുപാട് സ്ഥലത്തിന് കൊടുക്കുന്ന സമയങ്ങളാണ്, അവസരമാണ്. അത് കിടക്കാം. അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് തിരിക്കാൻ പോവാം. ഈ മാറ്റം ഉണ്ടെങ്കിൽ ഈ മാറ്റം 5 എനിക്ക് ഇവിടെ തിരിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പൊ ചിലപ്പോൾ പഠിക്കും വീണ്ടും വേറെ മാറ്റങ്ങൾ വരും. നമ്മൾ വായിക്കുമ്പോൾ വേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. 1 മനസ്സിന്റെ മാറ്റം. ഈ രൂപം നമുക്ക് കൊടുക്കേണ്ട ഭാഗം ഈ എന്റെ പ്രിയപുത്രൻ ശ്രദ്ധിക്കുവാൻ അങ്ങനെ നമുക്ക് കൊടുക്കേണ്ട മാറ്റം 1. ആദ്യത്തെ മാറ്റം മനസ്സിന്റെ മാറ്റം. ആറ്റിറ്റ്യൂഡ്. നിന്റെ ആറ്റിറ്റ്യൂഡ് എന്റെ ആറ്റിറ്റ്യൂഡ് അത് മാറണം. ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെരി ടഫാണ്. ആറ്റിറ്റ്യൂഡ് നീ ചിന്തിക്കണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചിന്തിക്കും. വെരി പവർഫുൾ, വെരി ടഫ്. അത് മാറ്റി കഴിഞ്ഞാൽ ഈ രൂപാന്തരത്തിലേക്ക് നടക്കാം, മാറ്റത്തിലേക്ക് കടക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരിക്കലും കടക്കാൻ പറ്റുന്നില്ല. അത്ര യുഗോ നിറഞ്ഞ വ്യക്തികളാണ്, ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മുടെ മനസ്സിന്റെ മാറ്റം, മനസ്സിന്റെ മാറ്റം നമുക്ക് വേണമെങ്കിൽ ഈ മാറ്റം നമുക്ക് കൊടുക്കുന്ന പാഠം അർത്ഥമില്ലാത്ത പാഠമായിട്ട് മാറും. രണ്ടാമത്തെ മാറ്റം. 1 മനസ്സിന്റെ മാറ്റം, 2 പ്രവർത്തന മാറ്റം. 1 മനസ്സ്, 2 പ്രവർത്തനം. അതെങ്ങനെയാണ്? ഭാര്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് തുടക്കത്തില് ഓഫീസ് പോകുമ്പോൾ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഈ ഭാര്യ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേഗത്തിൽ കുളിച്ചിരിക്കും ഭാര്യ. ഇങ്ങനെ ഭർത്താവ് കണ്ടിട്ട് ഇങ്ങനെ ഓടുക, നോക്കി ഈ ഭാര്യയെ നോക്കി ഓടുക. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം. ഇന്ന് ഭർത്താവ് വേഗം ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഓടി വരുന്നുണ്ടല്ലോ. അങ്ങനെ ഓടി വന്ന് ഫ്രണ്ടിൽ ഭാര്യ മുന്നിൽ നിന്ന് കച്ചിപ്പെടുത്ത് വേഗത്ത് നിൽക്കുന്ന ഈ ഭാര്യ മുഖത്ത് തുടച്ചു പോവാം. ഭയങ്കര ഷാക്ക്. ഇത് എന്റെ ഭർത്താവ്, ഇത് വാടകെടുത്തതാ. ഇത് എന്റെ ഭർത്താവ് വാടകെടുത്ത ഭർത്താവ്. വാടകെടുക്കുന്ന ഭർത്താവാണ് സ്നേഹം കൂടുതൽ, റിയൽ ഭർത്താവ് സ്നേഹം കുറവ്. അതുകൊണ്ട് എന്റെ ഭർത്താവാണ്, ഇത് വാടകെടുത്ത ഭർത്താവാണ്. ഇങ്ങനെ അതുകൊണ്ട് നീക്കുക ഈ ഭാര്യയാണ്. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ ആൾക്കാർ ഈ ഭാര്യയ്ക്ക് ചിന്തിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ഭയങ്കര ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ. ഇവിടെ ഉള്ള എല്ലാ ഭാര്യകളും ചിന്തിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ഒരു ജോലി ചെയ്യില്ല. ചകര ഒരു വാക്കുകൂടെ പറയില്ല. എങ്ങനെ വന്ന് എന്നെ മുഖത്ത് തുടങ്ങിയപ്പോ മുഖത്തേ തുടങ്ങില്ല, ഒന്നും തുടങ്ങില്ല. കുളിക്കാൻ വെള്ളമില്ല, ചേട്ടാ പോയി മോട്ടർ കാട്ടി അത് നീനെ ചെയ്യോടി ചെയ്തിക്കോടി. അങ്ങനെയല്ല ഇങ്ങനെ ഭയങ്കര കല്ല് കട്ടിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിരി നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല ഭർത്താവ് കേട്ടോ, നല്ല ഭർത്താവ്. നിങ്ങളുടെ കയ്യിരിപ്പ് എങ്ങനെയോ അങ്ങനെ ഈ ഭർത്താവ് മാറണം. നിങ്ങളുടെ കയ്യിരിപ്പ് നല്ല കയ്യിരിപ്പാണെങ്കിൽ നല്ല ഭർത്താവ് കിട്ടും. കയ്യിരിപ്പ് ശരിയില്ലെങ്കിൽ ഇവിടെ ശരിയില്ലാത്ത ഭർത്താക്കന്മാരും കിട്ടും. അപ്പൊ അതൊന്നും മാത്രമല്ല, ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് അടുത്തത് അടുക്കളയിലേക്ക് പോവാ. അടുക്കളയിൽ പോയിട്ട് പാത്രം ഇതെല്ലാം എടുത്തത് ആ
പുട്ട് വെച്ച പാത്രം, ദോശയുടെ കല്ല് ഇതെല്ലാം എടുത്തിട്ട് ഈ ഭർത്താവ് ഇങ്ങനെ കൈ വിടുക. ഇവള് വണ്ടുകൊണ്ട് പോവാ പായ. ഇത് എന്റെ ഭർത്താവ് എന്ത് പറ്റി? അടുക്കള കയറി പാത്രം കഴിവുണ്ടല്ലോ, ഇങ്ങനെ അതുകൊണ്ട് പോവാം. ഒന്ന് മനസ്സിന്റെ മാറ്റം, ആറ്റിറ്റ്യൂഡ് മാറണം. ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഭാര്യയുടെ ബാധ്യതയും മാത്രമല്ല, കുട്ടി ജന്മമെടുക്കാൻ മാത്രമല്ല, എന്റെ ഒറിജിനൽ ആറ്റിറ്റ്യൂഡ്, മനസ്സിന്റെ മാറ്റം അത് മാറണം. അത് മാറി പ്രവർത്തന മാറ്റം. രണ്ടാമത്തെ കാര്യം, ഇതിന് മുമ്പ് തുടച്ചു കൊണ്ടിട്ടില്ല. ഒമ്പത് ദിവസം ഒരുപാട് ജോലികൾ കുഞ്ഞു കുഞ്ഞു ജോലികളാണ്. പക്ഷെ ഒരുപാട് ജോലികളുണ്ട് ഈ ലേഡീസ് സഹോദരിമാർക്ക്. ഇപ്പൊ പോകും ജോലിക്ക് പോകും, പൈസ ലാക്സ് സമ്പാദിച്ചു കൊടുക്കണം. പക്ഷെ അടുക്കള വന്നിട്ട് ഡേ ഫുൾ ആൾക്കാരോ കാലത്ത് 5 മണിക്ക് 4 മണിക്ക് എണീറ്റാൽ ബെഡ് കാപ്പി, ആ കാപ്പി, ഈ കാപ്പി, ഈ കാപ്പി, ഇഞ്ചി കാപ്പി, കാപ്പി എല്ലാ കാപ്പിയും ഉണ്ട്. എല്ലാത്തിനും കാപ്പി കൊടുത്തിട്ട് അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അടുത്തത് പോകുമ്പോ കടഞ്ഞാൽ വെച്ച് കൊടുക്കണം. കടഞ്ഞാടണം. അപ്പൊ എടുത്ത് പാക്ക് ചെയ്ത് ബാഗിലെടുത്ത് വെച്ച് ടിഫിൻ കയ്യിൽ വെച്ച് ബാഗിലെടുത്ത് വെച്ച് എടുത്ത് മാറ്റി വിടണം. ഇല്ലെങ്കിൽ പോയി ബൈക്കിലെടുത്ത് വയ്ക്കണം, ഇല്ലെങ്കിൽ കാറിലെടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ നിനക്ക് അറിയില്ലേ, നിനക്ക് രസം കൊടുത്തത് എടുത്ത് ആറ്റിറ്റ്യൂഡ് മാറണം. ബാഡ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറണം. അത് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ഊർജ്ജമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് പ്രവർത്തന മാറ്റം തന്നെ വരും. ഏത് ഭർത്താവും ശരി, രണ്ടുപേരും ചേർന്ന് ചെയ്യണം, ഒരുമിച്ച് ചെയ്യണം, ഒന്നിച്ച് ചെയ്യണം, എല്ലാ ചുമതലയും ഏറ്റെടുത്ത് ചെയ്യണം. ഒരേ ആൾ ചെയ്യുന്നില്ല, ബോറടിക്കണം. 1 മാസം ചെയ്യും, 2 മാസം ചെയ്യും, പിന്നെ ബോറടിച്ച് ടയർഡായില്ല. ചായ വെച്ച് കുടിച്ചാൽ കൂടി ഇത് ചായ ഓരോണ്ട് തിരുനെല്ലി ഞാൻ കൊടുക്കാൻ പോയി. തിരുനെല്ലി ഞാൻ കൊടുക്കാൻ പോയി അടുത്താണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അച്ഛാ ആദ്യം എന്റെ ഭാര്യ സൂപ്പർ. നമ്മൾ ചോദിക്കാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പൊ കാഫി ജോലിക്ക് 4 മണിക്ക് വന്ന കാഫി കപ്പി എല്ലാം ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അടുത്തത് 1 വർഷം കഴിഞ്ഞിട്ട് അവർ പറയുക എങ്ങനെ എന്ത് ചെയ്യണം, കാപ്പി അവിടെ എടുത്ത് വന്നിട്ട് ടേബിൾ വെച്ചിട്ട് പോകും. കൂടി അത് കൂടി ചന്ദ്ര മുത്ത് എല്ലാം പറയും, ചേട്ടായിയേ എന്നായി ചേട്ടായിയേ ഭയങ്കര. അടുത്ത് വെച്ചിട്ട് പോകും, അവൻ എടുത്ത് കുടിക്കുന്നു. അടുത്തത് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, പോയി പാവം വെച്ചിട്ടാണ് വെച്ച് കൊടുക്കണം. എല്ലാം വെച്ച് തരുന്നത് ഓർഡർ വെച്ച് കൊടുക്കണം. അടുത്തത് ഇവര് ഇങ്ങനെ ഇരുന്ന് PSC എക്സാം എഴുതി ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് ജോലി കിട്ടി. അടുത്തത് ഭാഷ അവൻ, അടുത്തത് ഭാഷി ഇവള്, ഭാഷ അവൻ, ഭാഷി ഇവള് പറയാ. ദിനേഷ ഒരു കാര്യം സുഖലസ് ഗുരുമൊന്നും അതൊരു ഡയറക്റ്റ് തന്നെ ചായ വരണം, കാപ്പി വരണം, എല്ലാം ഞാൻ ശരിയാക്കി. ഞാൻ ഭർത്താവ് ആദ്യം ഇങ്ങനെ ഇരുന്നതിന് അടുത്തത് പൊട്ടി പാമ്പ്, പൊട്ടിന്റെ അടുത്തത് ഇതൊന്നും കിട്ടൂല, ചെയ്തു കൊടുക്കണം. ഇപ്പോഴത്തെ രീതി അങ്ങനെ ആറ്റിറ്റ്യൂഡ് മാറണം. ജോലി കിട്ടിയാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡേ മാറുന്നുണ്ട്. അത് ഈ വനിതാ കോർട്ടാ, വനിതാ കോർട്ടില്ല, വനിതാ കോർട്ട് இந்த போலீஸ் இந்த லேடிஸ் கவர்மெண்ட்ல அது எங்க வந்து அந்த மாதிரி ஒரு பாக்கியம் தொடாம பற்றல, இந்த வாக்கு பറ്റാம பற்றல, நான் வனிதா கோர்ட்டு போவோம். அது പറഞ്ഞാൽ பேய் வனிதா கோர்ட்டு போவோம், பேய் ഉണ്ട്. அவன் என்ன பற்றல, அதுக்கு முன்ன நிகிடி நடிக்கும் இருக்கிற എന്ന് ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഈ സ്നേഹം നാളെ വരെ പോണതിന്റെ ഡിവോഴ്സ് അങ്ങനെ ഒരു ഗതികേട്. അപ്പോ ആറ്റിറ്റ്യൂഡ് മാറണം, മനം മാറ്റം, 2 പ്രവർത്തനം മാറ്റം. മൂന്നാമത്തെ കാര്യം ദിശ മാറ്റം. ഈ മതത്തിന്റെ 9ാമത്തെ അധ്യായം പറയുക, പത്രോസ് പറയുക, അവിടെ ഇരിക്കാം. ഇത് നിനക്കൊന്ന് മോശക്കൊന്ന് യേശുവിന് നിനക്കൊന്ന് ഇവിടെ ഇരിക്കാം. പക്ഷേ ഈശ്വര ദിശ മാറ്റുക. പത്രോസിന്റെ ആഗ്രഹം അവിടെ ഇരിക്കാം. പക്ഷേ ഈശ്വര പറയുക, മോനെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. എന്റെ കൂടെ വന്നിട്ട് ഇത്ര വർഷം എന്റെ കൂടെ നിന്നിട്ട് അത്ഭുതം
അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു പറയുമ്പോ ഈശോ പറയുമ്പോ ദിശമാണ്ട പതിവ് ദിശ മാറിക്കോ. നീ ദൈവത്തിന്റെ അനുഭവം നിറഞ്ഞ വ്യക്തിയായിട്ട് മാറണം. വീണ്ടും വീണ്ടുമായി ഈ ഭൗമത്തിലുള്ള ലോകത്തിന്റെ അനുഭവമുള്ള വ്യക്തിയായിട്ട് മാറാൻ പാടില്ല. ദിശ മാറണം. ലോകത്തിലിருந்து സ്വർഗത്തിലുള്ള നന്മയിലുള്ള അഭിഷേകത്തിലുള്ള ദൈവത്തിലുള്ള ആ ദിശ മാറ്റം വേണമെന്ന് ഈശോ ഈ വചനം വഴി പറയുക. അപ്പൊ ആദ്യത്തെ മാറ്റം മനസ്സിന്റെ രണ്ട് എന്നത് ബാധ്യപ്പെട്ടാണ് ഓർത്തുകൊണ്ടിരിക്കുക. എക്സാമ്പിൾ കൊടുക്കണം. നമുക്ക് അത് പ്രധാനം. നമുക്ക് വചനങ്ങൾ പ്രധാനം. ആദ്യത്തെ മാറ്റം മനസ്സിന്റെ മാറ്റം, രണ്ട് പ്രവർത്തനത്തിന്റെ മാറ്റം, മൂന്ന് ദിശ മാറ്റം. അപ്പൊ നീ പഠിക്കാൻ ഇപ്പോ ഒരു കാര്യം എടുത്തിട്ട് ബൈക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഏതാണ്ട് പേര് പറയില്ല. അപ്പൊ ആൾക്കാരിയാം ഇവൻ താൻ നീ തീരുമാനിക്കും. അതുകൊണ്ട് ഏതാ പേരുള്ള പേരും പറയില്ല. നിങ്ങൾ കാര്യമാണ് ബൈക്ക് മേടിച്ചിട്ടുണ്ട്. ഇന്ന് വയസ്സായിട്ടില്ല. അതുകൊണ്ട് ബൈക്ക് മേടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ലൈസൻസ് എടുത്തിട്ടില്ല. അവനോട് ദേശമാറ്റയുടെ ബൈക്ക് അവന്റെ ദേശമാറ്റം അപ്പം പറഞ്ഞു കൊടുക്കുന്നത്. ഒരേ മോൻ പറഞ്ഞു പേര്. അതുകൊണ്ട് അങ്ങനെ ഈശോ പോലെ ദേശമാറ്റം ചെയ്യാനുള്ള കഴിവ്, കപ്പാസിറ്റി, ധൈര്യം അപ്പഴക്കില്ല. അതുകൊണ്ട് അപ്പം ചോദിച്ച് മേടിച്ചു കൊടുത്തു. അത് വെച്ചുകൊണ്ട് ഇതിപ്പോ ഡ്രൈവിംഗ് പഠിക്കാതെ തന്നെ അനുഭവമില്ലാതെ ഇത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവും. ആ വർഷമോ നഷ്ടപ്പെടും. അത് നമ്മൾ കാണിക്കുന്ന കുരുത്തക്കേട് അറിവില്ലായ്മ ജ്ഞാനമില്ലായ്മ. ചിന്തിക്കണം. ഒറ്റ മോനാണ് ഉപനാമനായിരുന്ന വേണ്ട എന്ന് പറഞ്ഞാൽ ഈശോയുടെ ധൈര്യമായിട്ട് പറയാം. ആ മനസ്സ് പറഞ്ഞു ദശമാനത്തിന് പത്രോസിന് ഈശോ പറഞ്ഞു. അതേപോലെ ഈശോയുടെ ഒരു അപ്പനുണ്ട് മക്കളെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് വേണ്ട മക്കളെ അടിച്ചു പറയണം. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയണം. അവൻ ഏത് സ്ഥലത്ത് നാം മരിക്കുമെന്ന് പേടിപ്പിക്കണം. മരിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ. ഒരു ലേഡി വന്നിട്ട് ചൂട് വെച്ചതും ഇന്നൊരു ആത്മഹത്യ ചെയ്യാൻ അതിനെ പറഞ്ഞു ഇങ്ങനെ പോയി ചെയ്യാൻ പറഞ്ഞു. അവൻ ഓടി അവനെ തിരിച്ച് ഓടി വന്നിട്ട് അച്ഛാ നാം മരിക്കണം. മരിക്കാം. അത് പ്രാർത്ഥിച്ചിട്ട് പറയും. എല്ലാവരും പോയി പറയല്ല. നീ പറഞ്ഞ ചിലപ്പോൾ മരിച്ചു പോകും. പ്രാർത്ഥിച്ചിട്ട് ഇവനക്ക് ഇങ്ങനെ ചില സമയം മുള്ളു കൊണ്ടിനെ എടുക്കണം. അപ്പൊ വന്നിട്ട് അച്ഛൻ മരിക്കണം. ഒരു കാര്യം ചെയ്യും. ഞാൻ പെട്ടെന്ന് മരിക്കാൻ ഐഡിയ തരാം. അച്ഛൻ പെട്ടെന്ന് മരിക്കാൻ ഐഡിയ പറഞ്ഞു തരാം. അവൻ അന്തരം പോയി എന്ത് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യും. വിഷം മേടിക്കണം. ബോട്ടിൽ വിഷം മേടിക്കണം. അടുത്തത് ഒരു കൊടുവാൻ മേടിച്ചുകൊണ്ട് വന്നു. അടുത്തത് കയ്യിൽ വിഷം. അപ്പൊ 3 സാധനം കൊണ്ടുവന്നു. ഒന്ന് ഫുൾ ബോട്ടിൽ വിഷം, രണ്ടാമത് കൊടുവാണ്, മൂന്നാമത് കയ്യിൽ കൊണ്ടുവന്നു. തീർച്ചയായും അപ്പൊ അന്തരം പോയി അവസാനം കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ചെയ്യും. ആദ്യം വിഷത്തെടുത്ത് കുടിക്കും. വിഷത്ത് കുടിക്കുമ്പോൾ വയൽ കത്തിയിരിക്കും. അപ്പൊ നിൽക്കും. അയ്യോ എന്നെ കാപ്പാറ്റി രക്ഷിക്കണേ പോവും. ആൾക്കാർ ഒന്നും രക്ഷിക്കും. നീ രക്ഷപ്പെട്ടു പോകും. നീ മരിക്കണം. അതുകൊണ്ട് നീ മരിക്കണം. இன்னொரு காரியம் ஆதி குடிச்சிட்டு அடுத்தது கத்தி கொடுக்கணும். என்ன அப்பயும் புது வதனிக்கும். அப்ப காரியம் ஐயோ என்ன ரசிக்கிறேன் ஆள் வந்து கொண்டு போய் ரசிக்கணும். பாடுங்க. மூணாவது டேபிள் எடுத்து வச்சு கெட்டியா வச்சுக்கணும். கையை எடுத்து ரெடியாக வைக்கணும். ஆதியம் விஷத்தை குடிக்குமா, ரெண்டு கட்டி எடுத்து குடுக்குமா, மூணாவது ஏதேனும் ஒண்ணுல ரசிக்கப்பட்டாலும் மற்றொன்று விட்டுவோம். இது அந்த ஐடியா, எழுப்பமான ஐடியா. நான் 40 வருஷம் கிரகோரி குருபான வச்சு எனக்கு ஆசீர்வாதம் இந்த ஆத்மாவுக்கு ஆசீர்வாதம் போய் கையிடலாம். அவசரம் படாத இவங்கள அப்ப பாருலாம். ஐயோ பொண்ணு சகரிய ஜலவண்டிய ஒத்த மோனா இருந்தா ஒத்த மோனா இருந்தா இப்ப பூமிக்கு பாவமா இருக்க பாடல. ஆட்டிடியூட் மாத்தணும்.
ഈശോയെ പോലെ നേരെ കേറ്, വചനത്തെ വായിക്ക്, നിയമത്തെ കൽപ്പനകൾ സ്വന്തമാക്ക്. അപ്പോ ആദ്യം പറഞ്ഞ സക്കേസ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ എങ്ങനെ ഈശോ അനുഭവിച്ച് അതേപോലെ നീയും ഈശോയെ അനുഭവിക്കാനുള്ള അവസരം നിനക്ക് കിട്ടും. അവസരം കണ്ടുമുട്ടാൻ പറ്റും, കിട്ടും, കണ്ടുമുട്ടാൻ പറ്റും. അപ്പോ ധൈര്യമായിട്ട് പറയാൻ അത് മനസ്സ് വേണം. അതെനിക്കില്ല, പള്ളിക്കൊണ്ട് അങ്ങനെ പറയാൻ ധൈര്യമില്ല. അച്ഛൻ പറയുന്നു, അച്ഛൻ പറയുന്നു, അതിൽ ഏതോ മാറ്റമില്ല. പക്ഷേ സ്വന്തം അപ്പഴേക്ക് ധൈര്യമില്ല, പറ്റില്ല. അതുകൊണ്ട് പറയണം, കേരളമാണെന്ന് പറയണം, കപ്പാസിറ്റിയില്ല, ധൈര്യമില്ല. അതുകൊണ്ട് അവന്റെ പറയുന്നേ, അവന്റെ പറയുന്നേ, ഇവന്റെ പറയുന്നേ, ഏതോ ശരി നേരിട്ട് പറയാനുള്ള ധൈര്യം വേണം. അത് മാറ്റമുള്ള ആറ്റിറ്റ്യൂഡ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള മാറ്റമുള്ള ഒരു അപ്പനാണ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള അമ്മയാണ്. അതിനാൽ ഈശോ ഈ റുമാമൊഴിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വം വേണം. എട്ടാമത്തെ വ്യക്തിത്വം എന്നോടാണത്, എട്ടേപ്പത്തെ വ്യക്തിത്വം, എട്ടേപ്പത്തെ വ്യക്തിത്വം, പൂർണ്ണത അങ്ങനെയുള്ള അപ്പനായിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള നമ്മയായിട്ടിരിക്കുന്നു. അതുതാ മനസ്സിന്റെ മാറ്റം. രണ്ട് പ്രവർത്തന മാറ്റം. 3 ദശമാറ്റം. 4 നയമാറ്റം. നയം അറിയോ? ഇത് ഗൂഗിൾ ആക്കി പഠിച്ചു. ഇങ്ങനെ നോക്കിയിട്ട് ഈ വാക്ക് മലയാളത്തിൽ എന്നിട്ട് ഗൂഗിൾ ആക്കി നയമാറ്റം. നയമാറ്റം അറിയോ? ഞാൻ പറയുന്നത്, ഞാൻ പിടിച്ച മയിലേക്ക് 3 കൊമ്പേ ഉള്ളൂ. തമിഴിലെ തോൽവയും പ്രിൻസിപ്പിൾ, അത് ഡാഡ് പ്രിൻസിപ്പിൾ. പക്ഷെ അവൻ പറയും, ഞാൻ പിടിച്ച മയിലേക്ക് 3 കൊമ്പേ ഉള്ളൂ. തമിഴിലെ 3 കാലേ ഉള്ളൂ എന്ന് പറയും. മലയാളത്തിൽ ഞാൻ പിടിച്ച മയിലേക്ക് 3 കൊമ്പ് ഉള്ളൂ എന്ന് പറയും. അതാണ് നയമാറ്റം. അത് പിടിച്ചേ എടി, നിന്റെ അപ്പ എങ്ങനെ, നിന്റെ നമ്മി എങ്ങനെ, നിന്റെ കുടുംബം എങ്ങനെയാ? എപ്പോഴായി തുറന്നാണോ ഭാര്യയുടെ കുടുംബത്തെ ഇങ്ങനെ പറഞ്ഞിട്ടേയിരിക്കണം. ഭാര്യകൾ നേരിട്ട് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത് വിട്ട് എന്റെ ഭർത്താവിന്റെ അമ്മയുണ്ടല്ലോ, അവർ ശരിയില്ല, അവർ ശരണിയാണ്. മഹാഭാരതത്തിലുള്ള ശരണി കൂടെ കൊള്ളാം. ഈ ശരണി ഉണ്ടല്ലോ, അതിനാട്ടിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിഗത ശരണി. ഇങ്ങനെ ക്യാരക്ടർ, ഒരു പുതിയ ക്യാരക്ടർ ഉണ്ടാവുക ഈ ഭാര്യമാർ, ഈ അമ്മായിമ്മയെ കുറിച്ച് അത് ഇത് നയമാറ്റം. അത് പ്രിൻസിപ്പൽ. ഇത് തിന്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റം, നയമാറ്റം, പ്രിൻസിപ്പൽസ് മാറ്റണം. എന്റെ അതവൻ ക്യാരക്ടർ അത് മാറ്റണം, അത് നയമാറ്റം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനം നമുക്ക് നന്മയെ കൊടുക്കുന്ന പോലെ അവസരത്തെ ഉണ്ടാക്കിയത്. അത് മാറ്റിട്ടില്ലെങ്കിൽ തുടക്കം എത്ര പ്രത്യാന്തരം പങ്കെടുത്താലും ശരി, എത്ര ആരാധന പങ്കെടുത്താലും ശരി, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ മാറി ചിന്തിക്കും. പക്ഷേ ഈ മാറ്റങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടും പ്രയോജനമുണ്ട്, ധ്യാനത്തിൽ പങ്കെടുത്തിട്ടും പ്രയോജനമുണ്ട്. അടുത്തൊരു മാറ്റം, സുപ്രധാന മാറ്റം, നേതാവിന്റെ മാറ്റം. നേതാവ് നേതാവ് മാറ്റം. ഇത് നമ്മള് കണ്ടിട്ടുണ്ട്. നേതാവ് മാറ്റം. നേതാവ് ഞാൻ ഇവിടെ ഉള്ള നേതാവ്, ഞാൻ പറയുന്ന നേതാവ് വചന വഴി പറയുന്നു. നേതാവ് നിങ്ങളെയും എന്നെയും ഈ ആദമന്റെ ഈവ എങ്ങനെ തിന്മയിലേക്ക് കൊണ്ടുപോയ ഒരു നേതാവുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ 7 ലൂസിഫർ ഉണ്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ പറയാം. 7 ലൂസിഫർ, 7 ക്യാരക്ടർ ഉണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ ദൈവം ഇങ്ങനെ കൊടുക്കാൻ അവസരം തന്നിട്ടില്ല. ഏതെങ്കിലും നല്ല ആക്കാൻ തോന്നുന്നത്, അതുകൊണ്ട് ദൈവം ആ ടാപ്പിക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇല്ലെങ്കിൽ ലൂസിഫർ ഉണ്ടാക്കുന്നത് 7 ലൂസിഫർ ഉണ്ട്, 7 ക്യാരക്ടർ ഉണ്ട്. ഈ 7 പിശാചം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇത് ഞാൻ ആദ്യത്തെ പിശാചാണ്, ഞാൻ 5ാമത്തെ പിശാചാണ്, ഞാൻ 7ാമത്തെ പിശാചാണ്. ഇങ്ങനെ പറയാം. എല്ലാവരും ഒരു പിശാചാണ്. ചില സമയം ഞാൻ ഒരു 3ാമത്തെ പിശാച്. ഞാൻ 7 പഠിച്ചപ്പോൾ ഞാൻ ചിന്തിച്ച് പെണ്ണാത്തിന് 7 പിശാച്, 3ാമത്തെ പിശാച്. കുറഞ്ഞ അഹങ്കാരമുണ്ട്, പ്രാർത്ഥനയിൽ അഹങ്കാരമുണ്ട്, ആ പിശാച് എന്റെ അടുത്തുണ്ട്. അപ്പൊ എല്ലാത്തിനും പിശാചുണ്ട്. പ്രാർത്ഥിച്ചാലേ മാറും. അപ്പൊ നിങ്ങൾക്ക് ആ സമയം
കിട്ടുന്ന ദൈവം എപ്പോ ഈ 7 പിശാചിനെ കുറിച്ച് വചനം എല്ലാം വചനം എഴുതാം. 7 പിശാചിന് ഇതിലുണ്ട്, ഈ വചനത്തിലുണ്ട് 7 പിശാചം പേരുമുണ്ട്, 7 പിശാചിന്റെ പേരുമുണ്ട്, വചനവും ഉണ്ട്. സൂപ്പർ. നമ്മൾ ഭഗവത്ഗീത വായിച്ചിട്ട് പിന്നെ ഇതെടുത്ത് വാങ്ങിക്കുമ്പോ സൂപ്പർ സൂപ്പർ. അപ്പൊ അതൊരു സമയമാണ് ചിന്തിക്കാം. അപ്പൊ നേതാവ് ഇതാണ്, ഈ നേതാവ് ഈ ഡെവിൽ ബേൽസബൂൾ അവന്റെ ഏറ്റവും വലിയ നേതാവ് കൊണ്ടുപോയിട്ട് ഒരു വലിയ കൂട്ടരെ കൊണ്ടുവരും. അപ്പൊ ഈ ധ്യാനം കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് നീ പോയിട്ട് എല്ലാ ബേൽസബൂളും കൊണ്ടുവരും. രണ്ട് വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകൂലേ പിന്നെ അപകടം പറ്റണം. അതെ നേതാവിന്റെ മാറ്റം. നീ നിന്റെ അടുത്ത് നിന്റെ പാപം വഴി, നിന്റെ കുറ്റങ്ങൾ വഴി, തെറ്റുകൾ വഴി നീ തെരഞ്ഞെടുത്തിന്റെ നേതാവ് ഡെവിൽ, പിശാച്, ലൂസിഫർ, സൈത്താൻ, ഭൂതം ഇതെല്ലാം നീ മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇടം പിടിക്കുന്ന നേതാവ് ഇതാണ്. എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ ആ സ്വരം നിന്റെ അടുത്ത് വരും. എന്റെ പ്രിയപുത്രി, എന്റെ പ്രിയപുത്ര എന്ന് ആ സ്വരം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയും. അപ്പോ നീ തിരഞ്ഞെടുക്കേണ്ട നേതാവ് ജീസസ്, 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 ഈശോ, ഈശോ, ഈശോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ആദ്യത്തെ മാറ്റം ഈ രൂപാന്തരം വഴി നമ്മൾ കിട്ടേണ്ട ആദ്യത്തെ മാറ്റം 1 മനസ്സിന്റെ മാറ്റം, 2 പ്രവൃത്തി മാറ്റം, 3 ദിശ മാറ്റം, 4 നയം. അപ്പൊ ദൂരാണ്ടി ചില സമയം ദൂരാണ്ടി തെറ്റായിട്ട് പറയുള്ളൂ. നയം ശരിയാണ്, കണ്ടല്ല നയം. അതിനർത്ഥം ഞാൻ പറഞ്ഞ അർത്ഥമുണ്ടോ? പ്രിൻസിപ്പിൾസ് നമ്മൾ കൊள்கைയും പറയും. അത് നയം മാറ്റം. അതിലേക്ക് നമ്മൾ ബുദ്ധിമുട്ടുള്ളൂ. ലാസ്റ്റ് നേതാവ് മാറ്റം. നിന്റെ ഗതിയിലിരിക്കുന്ന സൈത്താൻ മാറ്റണം. അത് മാറ്റിയില്ല. അപ്പൊ 1 2 3 4 5 யாரெல்லாம் நேதாவு யாரெல்லாம் சைத்தானுடைய பிள்ளைகள் கைமுக்கு என்ன சத்தம் വെരി ഗുഡ്. ഇതിങ്ങനെ തുടരും, ഇതിങ്ങനെ തുടരണം. ഇന്ന് മാത്രം 3 ദിവസം മാത്രം ഈശ്വരന്റെ കുട്ടികളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എപ്പോഴും ഈശ്വരൻ കുട്ടികളായിട്ട് മാറണം. അതിനാണ് ഈ ധ്യാനം. ഒരുപാട് ദൂരത്തിലിருந்து വന്ന് നമുക്ക് സഹായിക്കുക സഹോദരന്മാർ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോ ഈ രൂപാന്തരം വഴി മാറ്റത്തെ കൊണ്ടുവരണം. മനസ്സിന്റെ മാറ്റത്തെ കൊണ്ടുവരണം, പ്രപഞ്ചത്തിന്റെ മാറ്റത്തെ കൊണ്ടുവരണം, ദിശ മാറ്റം വരണം, നയമാറ്റം വരണം, നേതാവിന്റെ മാറ്റം വരണം. അങ്ങനെ മാറ്റത്തോട് നല്ലൊരു ആശീർവാദം കിട്ടണം, അഭിഷേകം കിട്ടണം. തുടർന്ന് ഈ വിഷയത്തിലേക്ക് നിലനിൽക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സെഷനിലേക്ക് കടക്കാം. ദൈവം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. God bless you, God bless you, God bless you. Praise the Lord, praise the Lord. Hallelujah, 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 hallelujah. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത സെഷനിലേക്ക് കടക്കാം. തുടർന്ന് സെഷനും